അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഓണമൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. തിരുവോണം കഴിഞ്ഞ് ഔട്ടം കഴിഞ്ഞ് ചതയുമായി. അപ്പം ഇന്ന് ചതയാഘോഷമാണല്ലേ. അപ്പം ഞങ്ങളും അത്യാവശ്യമൊക്കെ ഓണം ഘോഷിച്ചു എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനിയുണ്ട്, ഉത്രട്ടാതി വള്ളംകളി വരെ ഓണമാണല്ലോ. എല്ലാവർക്കും ആശംസകൾ വീണ്ടും. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ടോ റിയാക്ഷൻ വീഡിയോ അങ്ങനെ ചെയ്യാറില്ല, സമയക്കുറവുകൊണ്ടാണ്. അപ്പം ഇനി അതിൽ ശ്രദ്ധ പുലർത്തണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവരും എന്നെ ഇതുവരെ എത്തിച്ച എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിച്ചു കൊള്ളുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പറയാൻ വന്നത് ഇന്നത്തെ വീഡിയോ ഒരു നെഗറ്റീവായിട്ടാരും ഇത് കാണരുത് കേട്ടോ. നമ്മൾ ഏറ്റവും അതായത് ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിതിൻ്റെ അഭിപ്രായം പറയുന്നത് കൊണ്ട് എനിക്ക് കലാകാരനോടുള്ള ഇഷ്ടക്കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും നമുക്ക് ആ ഒരു അദ്ദേഹത്തിനോടുള്ള ആ ഒരു നല്ലൊരു കലാകാരനോടുള്ള ആ ഒരു മതിപ്പും ഇഷ്ടമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അതൊരു നെഗറ്റീവായിട്ട് എടുക്കേണ്ട ഒരു അഭിപ്രായം മാത്രമാണ്. ഒന്നാമത് ഞങ്ങളുടെ നാട്ടുകാരനും കൂടാണ് ഈ വ്യക്തി. അതാരാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് എല്ലാവർക്കും അതായത് അപ്പോൾ അതാരാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അറിയുന്ന, അതായത് വോഡഫോൺ കോമഡി എന്ന പ്രോഗ്രാമിലൂടെ ആണെന്ന് തോന്നുന്നു പുള്ളി ആദ്യം കടന്നു വന്നത്. പിന്നെ നമ്മുടെ അതായത് ഫ്ലവേഴ്സ് ടി വിയിലെ ഒരു പരിപാടി ഉണ്ടല്ലോ, സീരിയൽ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന പരിപാടി, എന്തുവായിരുന്നു എൻ്റെ പേര്, തട്ടിമുട്ടിയല്ല, എൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഒത്തിരി ഓർമ്മയില്ല. ഫ്ലവേഴ്സ് ടി വിയിലും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോഴും ഓരോ ചാനലിലെല്ലാം പുള്ളി ഇങ്ങനെ വരുന്നുണ്ട്, അതായത് ഈ ഹാസ്യ പരിപാടി, കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ആർക്കും അറിയാൻ പറ്റില്ല, ഒന്നും പറയാനില്ല. ആളാരാണെന്ന് വെച്ചാൽ പന്തളം ഉല്ലാസ് പന്തളം. പന്തളം ഉല്ലാസ് എന്ന് പറഞ്ഞാൽ ഒക്കില്ല, ഉല്ലാസ് പന്തളം, അങ്ങനെയാണ് ഉല്ലാസ് പന്തളം. ഓക്കെ, എന്തായാലും ഭയങ്കര എല്ലാവർക്കും അത് ആ പേര് കേൾക്കുമ്പോഴത്തേന് ചിരി വരുന്നുണ്ടോ? എന്താണല്ലേ അദ്ദേഹത്തിൻ്റെ കോമഡി, ഭയങ്കര അടിപൊളിയാണ്, അടിപൊളി കോമഡി. എന്താ രസം, നാച്ചുറലായിട്ട് നമ്മുടെ കൂടെ ഇരുന്ന് പറയുന്ന പോലെ ഇരിക്കൂലേ എന്ന് ചിരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഉല്ലാസ് പന്തളത്തിൻ്റെ കോമഡി പ്രത്യേകം ഞാൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കാണുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ നാട്ടുകാരനും കൂടെ ആയതുകൊണ്ട് ഇവിടെ അടുത്തെങ്ങാനാണ് വീടെന്ന് ഇങ്ങനെ ആലോചിക്കും. പക്ഷേ നാട്ടുകാരനാണെങ്കിലും പുള്ളിയുടെ വീട് പന്തളത്ത് എവിടെയാണെന്ന് നമുക്കറിയത്തില്ല കേട്ടോ. ആദ്യം പുള്ളി ഈ വോഡഫോൺ കോമഡിയിൽ വന്ന സമയത്ത് മുതലേ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടാണ്. നമ്മുടെ നാട്ടുകാരിയാകുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഉല്ലാസ് പന്തളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഹാസ്യം പരിപാടി, അതായത് കോമഡി പ്രോഗ്രാം വെച്ച് ആർക്കും ഒന്നും പറയാനില്ല. എന്ന് പറഞ്ഞാൽ ഒരു കരട് പോലും കണ്ടുപിടിക്കാനില്ല, അതുപോലെ പെർഫെക്റ്റാണ് അഭിനയം. നല്ല ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ടാണ്, സൂപ്പർ എന്ന് നമുക്ക് പറയാം അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞാൽ വോഡഫോൺ കോമഡി, അതായത് അതിൽ വന്നതിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹാസ്യനടൻ പറഞ്ഞാൽ ഉല്ലാസ് പന്തളം മാത്രമാണ്. അപ്പോൾ ആ ഉല്ലാസ് പന്തളത്തിൻ്റെ ഒപ്പം നിർത്താൻ പറ്റിയ ആൾക്കാരൊന്നും ഇതുവരെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കതുപോലെ ഇഷ്ടമാണ് ഇപ്പോഴും കേട്ടോ. അപ്പം ഉല്ലാസ് പന്തളത്തിനെ കുറിച്ച് പറയാൻ പോകുന്നു. ഉല്ലാസ് പന്തളത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു അല്ലേ, നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യം. അപ്പോഴെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചതേമ്പോൾ ഞാനടക്കം ചെയ്തു, എന്തിനായിരിക്കും ഇനി ഒരു കലാകാരനാണെങ്കിൽ ഇനി ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ പോയതുകൊണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇടപാടിൽ നമുക്കറിയാമല്ലോ കലാകാരന്മാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണോ ഇങ്ങനെ ആ കുട്ടി എന്തിനായിരിക്കും? അപ്പോൾ വാർത്ത വന്നപ്പോൾ നിസ്സാര കാര്യത്തിനാണെന്നാണ് വാർത്ത വന്നത്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ആത്മഹത്യ ചെയ്തു, നിസ്സാര കാര്യത്തിനാണ്. പേരിൽ കാര്യമായിട്ടൊന്നും നമ്മൾ ആ വാർത്തയൊന്നും ആരും കണ്ടറിയോ, കഷ്ടമായിപ്പോയല്ലോ എന്ന്. പിന്നെ കുറച്ച് കാലത്തേക്ക് പുള്ളി ഇതുപോലെ പ്രോഗ്രാമിലൊന്നും കണ്ടില്ല. അപ്പോൾ എന്തിനായിരിക്കും ഭാര്യ ആത്മഹത്യ ചെയ്യാൻ കാരണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ഗഹനമായിട്ട് നമ്മൾ ഈ നടനോടുള്ള ഇഷ്ടം കൊണ്ട് ചിന്തിച്ചില്ല. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ്, 1 വർഷമൊന്നും ആയില്ലല്ലോ ഭാര്യ മരിച്ചിട്ട്, പെട്ടെന്ന് കണ്ടു ഉല്ലാസ് പന്തളം 2ാമത് വിവാഹം കഴിച്ചു എന്ന് കേട്ടു. അപ്പോൾ ഞാനൊരു പെട്ടെന്ന് വിവാഹം കഴിച്ചു. അപ്പോൾ 2 കുഞ്ഞുങ്ങളൂടെ ഉണ്ട്, വിവാഹം കഴിച്ചു. അത് ശരി. അപ്പം ഞാൻ വെറുതെ ആണെങ്കിലും മനസ്സിലോർത്തു, ഇതേമേ ആ ഭാര്യ മരിച്ചത് ഒത്തിരി നാളായി, ഇതെങ്ങനെ പുള്ളിക്കിത് സാധിച്ചു, 1 വർഷം പോലും ആയി, എങ്ങനെ ഈ പുള്ളിക്കിത് സാധിച്ചതെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു, ഭാര്യ ഇപ്പം ഇല്ല, 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, കുഞ്ഞുങ്ങളെ നോക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. നോക്കിയപ്പോഴെന്താണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കല്യാണം കഴിച്ചത്. ഒരു ജനപ്രതിനിധിയാണ്, ശരിക്കും പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പുള്ളിക്കാരിക്ക് എന്തെന്ന് പറഞ്ഞാൽ, അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കല്യാണം കഴിച്ചത്, അത്യാവശ്യം സ്റ്റാൻഡൊക്കെ ഉള്ള ആളാണ് അല്ലേ. അപ്പം പുള്ളിക്കാരി കല്യാണം കഴിച്ചു. കാര്യം അപ്പോൾ ആ വീഡിയോയ്ക്കൊന്നും കുഞ്ഞുങ്ങളെയൊന്നും നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഈ കുഞ്ഞുങ്ങളെയൊന്നും കണ്ടിട്ടൊന്നുമില്ല, മക്കളെ, ആദ്യത്തെ ഭാര്യയിലുള്ള മക്കളെയൊന്നും കണ്ടിട്ടൊന്നുമില്ല.
അപ്പം ആ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, വെറുതെ ചിന്തിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സ് വെച്ച് ചിന്തിക്കുന്നുണ്ട്. സ്ത്രീ എന്ന ഒരു സ്ത്രീയിലുണ്ടാകുന്ന എന്താ മാനസികാവസ്ഥ, അതായത് ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഉണ്ടാകുന്ന ഒരു ചിന്താഗതി പറയുന്നു എന്നേ ഉള്ളൂ. അത്രയും മാത്രമേ വിചാരിക്കാവൂ. കാരണം ഇത്രയും പെട്ടെന്നൊരു വിവാഹം കഴിച്ചു, പെട്ടെന്ന് എങ്ങനെ ഈ ഉല്ലാസം ഈ ആദ്യത്തെ ഭാര്യയുടെ മരണത്തിൽ നിന്ന് മുക്തിയായി? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കുഞ്ഞുങ്ങളെ നോക്കാനാണെങ്കിലും ഓക്കെ, കുഞ്ഞുങ്ങളെ നോക്കാൻ ഒരു അമ്മ എന്തായാലും വേണം. ആര് വന്നാലും പെറ്റമ്മയോളം ഒക്കില്ലെങ്കിൽ പെറ്റമ്മയോളം സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരെ നമുക്കറിയാം. അങ്ങനെ സ്നേഹിക്കും, അങ്ങനെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റപ്പാക്കി കൊടുക്കുക, അതുങ്ങളെ ഒരു പ്രാപ്തിയാക്കാം. നമുക്ക് മനസ്സ് മാത്രം മതി ഇത് ചെയ്യാനുള്ള. കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം കേട്ടോ, സ്നേഹിക്കാതെ ചുമ്മാ പേരിനെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞിട്ടല്ല, സ്നേഹം കൊടുത്ത് വളർത്തുക. അതായത് ആഹാരം മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് സ്നേഹം കൂടി കൊടുത്തിട്ട് വേണം ഇങ്ങനെയുള്ളവർ വളർത്താൻ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ രണ്ടാനമ്മ പോരെന്നൊക്കെ നമ്മൾ പത്രത്തിലും ടിവിയിലും ഒക്കെ കാണാം ഓരോ വാർത്തകൾ. പക്ഷെ അതിങ്ങനെ ആലോചിച്ച് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് എന്തായാലും നല്ല തിരക്കുള്ളതായിരിക്കും. കാരണം നമ്മളൊരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം എപ്പോഴും തിരക്കാണ്. അവർക്ക് കറക്റ്റാണ് എല്ലാ ദിവസവും പഞ്ചായത്തിൽ ചെല്ലണം, എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കണം, വേണ്ടപ്പെട്ട അവർക്ക് ഒരുപാട് തിരക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഇങ്ങനെ തിരക്കുള്ള ഒരാളെ കുഞ്ഞുങ്ങളെ നോക്കാനാണെന്നും പറഞ്ഞാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ തിരക്കുള്ള ഒരു പ്രസിഡന്റ് എങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നോക്കും? അതാണൊരു ചോദ്യം. പക്ഷേ എങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാൻ സമയമുണ്ടോ? ആഴ്ചയിൽ 6 ദിവസം പഞ്ചായത്തിൽ പോകണ്ടേ? പിന്നെ അതിൻ്റെ കൂടെ പുറത്തൊക്കെ മീറ്റിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ പോകണമെന്നുണ്ട്, അങ്ങനെയും പോകണമെന്നുണ്ടോണം. അതെന്തേലും ആയിക്കോട്ടെ, അതും പോട്ടെ. പക്ഷേ എനിക്ക് ഒരു കാര്യം എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, ഒരു സെലിബ്രിറ്റി വിവാഹം കഴിച്ചു. അതായത് പന്തളം ഉല്ലാസ് ഈ പറയുന്ന പോലെ, ഉല്ലാസ് പന്തൽ എന്ന് പറയും, ഉല്ലാസ് പന്തൽ ഈ പറയുന്ന പോലെ വിവാഹം കഴിഞ്ഞ് മക്കളും ഉള്ളപ്പോഴായിരിക്കും ഒരു പക്ഷേ ഈ TV പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കാൻ സാധ്യത. എന്തായാലും പുള്ളി സെലിബ്രിറ്റിയായി. ഒരു സെലിബ്രിറ്റിയുടെ ഭാര്യയാകാൻ ആർക്കും ഒരു മോഹം തോന്നും അല്ലേ? അപ്പോൾ അങ്ങനെ ഭാര്യ മരിച്ചിരിക്കുക ഒരു പക്ഷേ ഈ തോന്നിയ മോഹമാകാം ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒരു പക്ഷേ ഉല്ലാസ് പന്തളത്തിന് കല്യാണം കഴിക്കാനും പ്രേരിപ്പിച്ചത്. അപ്പം എന്നാൽ ചോദിച്ചു ഈ സെലിബ്രിറ്റിക്ക് എന്താ കൊമ്പുണ്ടോയെന്ന്. പക്ഷേ സെലിബ്രിറ്റിക്ക് ഉള്ളത് കൊണ്ടാണല്ലോ അവർ സെലിബ്രിറ്റി ആണെന്ന് പറയുന്നത്. അവരുടെ കഴിവാണ് അവിടെ. നമുക്ക് അവരെ പോലെ ആകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ നോക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിവാഹം കഴിച്ചു. കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അവർക്ക് തിരക്കുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് എന്തായാലും അത്യാവശ്യം നോളജും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് മിക്കവാറും ഒരു വിഷയം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും മക്കളെ നോക്കാൻ എന്തായാലും ആരെങ്കിലും വേണം കേട്ടോ, അത് ഞാൻ സമ്മതിക്കത്തില്ല. മക്കളെ നോക്കാൻ ഈ ഓഫീസിൽ പോകുന്ന പ്രസിഡന്റിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്തായാലും മക്കളെ നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ എന്തായാലും നോക്കണം. ഒരാൾ രണ്ടുപേരും അവർക്ക് സമയത്തിന് ഭക്ഷണം, അവരുടെ പഠിപ്പ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ ഒരാൾ എന്തായാലും വേണം. ഉല്ലാസിനാണെങ്കിൽ പ്രോഗ്രാമിന് പോകുകയും വേണമല്ലോ, ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ട്, ഉല്ലാസിന് പോകണ്ടായോ. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഭർത്താവുമായിട്ട് ചെറിയ കാര്യമാവട്ടെ വലിയ കാര്യമാവട്ടെ, ഭർത്താവുമായിട്ട് ഭർത്താക്കന്മാരിൽ പിണങ്ങുന്ന ആളുകളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ വന്നത്. ഞാനിപ്പോൾ ഇവിടെ വേറൊരു വിഷയത്തിലേക്ക് വരാനായിട്ടാണ് ഇതുവരെ വന്നത്. എനിക്ക് പറയാനുള്ള കാര്യം ഒന്നുകൂടെ പറയുകയാണ്, തുടങ്ങിയില്ല, അതിനിടയ്ക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ, വലിയ വഴക്കാവട്ടെ ചെറിയ വഴക്കാവട്ടെ, പിണങ്ങിയാൽ ഉടനെ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് വെറും മണ്ടത്തരാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വട്ടം ആത്മഹത്യ ചെയ്യണമെന്നോട് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയല്ല, നമ്മളൊരു കാരണവശാലും മദ്യപിച്ച് ലഹളം ഉണ്ടാക്കിയല്ലെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ഒരു ഭാര്യ ഭർത്താവിന് വഴക്കുണ്ടായെന്ന് പറയാം, ആത്മഹത്യ ചെയ്യേണ്ടത് എന്തിന്? ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. വഴക്കും പിണക്കും ഒക്കെ ചിലപ്പോൾ അങ്ങ് മാറും, 2 ദിവസം കഴിയുമ്പോൾ മാറും. നമ്മൾ ജീവിച്ച ആ യുദ്ധക്കളമാണ് ഒരു ജീവിതം എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതത്തോടെ നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാനടക്കം വരെ സ്ത്രീകൾ ജീവിതത്തോട് യുദ്ധം ചെയ്ത് തന്നെയാണ് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തിനാണ് ആത്മഹത്യ ശ്രമിക്കുന്നത്? ഒരു കാരണവശാലും ഉല്ലാസ് പന്തളത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തത് ഒരിക്കലും എനിക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളി ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അവിടെ, എന്തിനതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്തായാലും ചെറിയ കാര്യത്തിനാണ് പിണങ്ങിയതെന്നും പറയുന്നു, അതിന് പോയി ചെയ്തതാണെന്ന് പറയുന്നത്. ഒരുപക്ഷെ തമാശയ്ക്ക് ചെയ്തത് സീരിയസ് ആയി പോയതാണെന്നും നമുക്കും അറിയാം, ഇതൊന്നും അറിയത്തില്ല നമുക്ക്. ഒരുപക്ഷെ തമാശ ചെയ്തു, പക്ഷേ അങ്ങനെ ഒന്നും ഞാൻ പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? പോയവർ പോയി, മരിച്ചു. ഉല്ലാസ് രണ്ടാമത് കല്യാണവും കഴിച്ചു. അവർ പോയി. ജീവിക്കുന്നവർക്കൊരു ജീവിതം വേണ്ടേ?
ഈ ജീവിക്കുന്നവർക്കൊരു ജീവിതം വേണ്ടി. അതുകൊണ്ട് ഉല്ലാസ് വേറെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ നമ്മളൊരു ആത്മഹത്യ ശ്രമിക്കുകയോ ആത്മഹത്യ ചെയ്യുകയോ വളരെ മണ്ടത്തരാണ്. നമുക്ക് ജീവിക്കാൻ സമയമുണ്ട്, ഡൈവേഴ്സ് ചെയ്യാം. ഡൈവേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഡൈവേഴ്സ് ചെയ്യാതെ തന്നെ ജീവിക്കാം. അപ്പം എന്തായാലും ഒരു ബന്ധം ഇരിക്കെ വേറൊരു ബന്ധത്തിൽ ചെന്ന് ചാടാൻ പറ്റത്തില്ല, നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം എന്തായാലും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. അപ്പോൾ അതുമാണ് എനിക്ക് പറയാനുള്ളത്. മണ്ടത്തരമായിപ്പോയി ഉല്ലാസിൻ്റെ ഭാര്യ ചെയ്തത്, മണ്ടത്തരമായിപ്പോയി. ഒരിക്കൽ പോലും മരിക്കാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഉല്ലാസ് ഇപ്പോൾ രണ്ടാമത് കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് സന്തോഷമായിട്ടായിരിക്കും ജീവിക്കുന്നത്. അങ്ങനെ തന്നെ ജീവിക്കട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്നായാലും എവിടെയെങ്കിലും വെച്ച് ഉല്ലാസിനെ ഒന്ന് കണ്ടുമുട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് ആഗ്രഹമുണ്ട്. എവിടെയൊക്കെ പ്രോഗ്രാമിനൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ എന്നാലും നമുക്ക് പോയി കാണാനൊന്നും പറ്റിയില്ല. ഞങ്ങളുടെ നാട്ടുകാരനൊക്കെ തന്നെ ഇവിടെ തന്നെ കാണില്ല എന്തായാലും. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ കാര്യം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഓടിപ്പോയി പേടിപ്പിക്കുക, മരിക്കാൻ പോവുക, ഞാൻ ഇപ്പം ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്തത് സീരിയസ് ആയി പോകും. അതുപോലെ തന്നെ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. സന്തോഷമായിട്ട് നമ്മൾ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തി, സ്വന്തമായിട്ട് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തി നമ്മളത് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി നമുക്കുള്ള കുഞ്ഞുങ്ങളെ ഒരു പ്രാപ്തിയാക്കാൻ ശ്രമിക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾക്കല്ലേ അമ്മയില്ലാതായത്. സന്തോഷം വേറെ ഭാര്യയെ കിട്ടി, കുഞ്ഞുങ്ങൾക്ക് അമ്മയുണ്ടോ? ഇല്ല. അപ്പോൾ എല്ലാവരും ആ രീതിയിൽ ഒരിക്കലും ജീവിതത്തിൽ ഒരു സങ്കടം വന്നു എന്ന് ഓർത്തുകൊണ്ട് ഒരാളും സങ്കടപ്പെടുന്നത്, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ വീണ്ടും കാണും വരെ ബായ്.